അസ്സലാമു അലൈക്കും, വെൽക്കം ടു സൂസ് പെപ്പി ക്യാൻഡി. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നതായിരിക്കുന്നു. ഇത് ഞാൻ കുറച്ച് നാൾ മുൻപ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ആസ് യൂഷ്വൽ ടൈം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ലിവിങ് റൂം മേക്ക് ഓവറാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ കണ്ടാലോ. ആദ്യം ഈ ഒരു വാളിൽ കുറച്ച് സ്പേസ് വേക്കൻ്റ് ആയി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ ഒരു വാൾ സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. നൂണിന്ന് വാങ്ങിയ വാൾ സ്റ്റിക്കറാണ്. 14 dirhams ആണ് ഇതിൻ്റെ വില. ഓഫർ പ്രൈസ് ആണ് കേട്ടോ. 2 ഷീറ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇതിൽ സ്റ്റിക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നൊരു ചെറിയൊരു സാമ്പിൾ ഇവർ ഈ ഒരു സ്റ്റിക്കറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു മോഡലിലല്ല കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഞാനങ്ങ് സ്റ്റിക്ക് ചെയ്തതേ ഉള്ളൂ. ഞാൻ മുൻപൊരു വീഡിയോ പറഞ്ഞ പോലെ ഈ ഒരു വാളിൽ എനിക്ക് പെയിൻറ്റിങ് ചെയ്യാനായിരുന്നു താല്പര്യം. ഇതുപോലെ എന്തെങ്കിലും ഒരു പെയിൻറ്റിങ്. അത്ര വലിയ കലാവാസനയൊന്നും ഇല്ലെങ്കിലും ആഗ്രഹം അതായിരുന്നു. പക്ഷേ പെയിൻറ്റിങ് ആകുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഞാൻ ഇതുപോലത്തെ റിമൂവബിൾ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഞാൻ ലിവിങ് റൂമിലെ സോഫയുടെ കുഷൻ കവേഴ്സ് കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ചെയ്യല്ല, അതിന് മുകളിൽ വേറൊരു കവർ ഇടുവാണ് കേട്ടോ. ഞാൻ എപ്പോഴും സോഫയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സോഫ എടുക്കുന്നത്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അഥവാ അത് ഡേർട്ടി ആയാൽ തന്നെ നമുക്കത് വാഷിംഗ് മെഷീനിലിട്ടൊന്ന് കഴുകിയെടുക്കാം. കുഷൻ കവേഴ്സ് മാത്രം. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വീടൊന്ന് ചേഞ്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ സോഫയുടെ കവർ കുഷൻ കവേഴ്സ് ഒന്ന് മാറ്റിയിട്ടാൽ തന്നെ ഫുൾ ലുക്ക് മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു സോഫയിലുള്ള കുഷൻ കവേഴ്സിൻ്റെ ഫാബ്രിക് ഞാൻ വാങ്ങിയേക്കുന്നത് അബുദാബി സിറ്റിയിലുള്ള സൺസെറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതെൻ്റെ പഴയ ഒരു കൗച്ചിൻ്റെ കുഷനാണ്. കുഷൻ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2-3 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇതേ ഫാബ്രിക് വെച്ച് ഞാനൊന്ന് ഒരു കവർ പോലെ സ്റ്റിച്ച് ചെയ്തിടുന്നുണ്ട്. ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഉമ്മ ആണ് കേട്ടോ. ഞാൻ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മ ഫുള്ള് കവേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്തത്. കൈത്തയ്യൽ മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഓരോ ഓപ്പണിങ് കുഷൻ്റെ ഓരോ ഓപ്പണിങ് മാത്രം നമ്മൾ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. കാര്യം അത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഞാനാണ് ചെയ്തത്. ബാക്കിയെല്ലാം ഉമ്മ ആണ് കേട്ടോ. അത് കുഷൻ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെല്ലാം ഉമ്മ ആണ്. സാധാരണ തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. അത് കാരണം നമുക്ക് മെഷീൻ വാഷും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഗ്രേ കളർ കൗച്ചിന് ഫ്രെയിമിന് ചേരുന്ന ഒരു കുഷൻ കവേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. ഇതൊക്കെ പല പല ദിവസങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തതാണ്, ഒറ്റ ദിവസം ചെയ്തതല്ല. ഇനി ഞാൻ കേർട്ടൻസ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഫോക്സ് ഗ്രാസ് വാങ്ങിയത് നമ്മൾ ഡാന്യൂബിൽ നിന്നാണ്. ഈറ്റ് സെയിലിന് വാങ്ങിയ കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ളൊരു കാർപ്പറ്റാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാക്യൂം ചെയ്യണം. ചെറിയ കുട്ടികളുള്ള വീട്ടിലൊന്നും, അതായത് ഇഴഞ്ഞു നടക്കുന്ന കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊന്നും ഞാനിത് പ്രിഫർ ചെയ്യത്തില്ല. പക്ഷേ ഇടയ്ക്ക് വാക്യൂം ചെയ്താൽ നല്ല നീറ്റായി കിടക്കും. വാഷ് ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ നമുക്കൊരു ഒരു ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഇൻഡോർ ഗാർഡൻ സെറ്റപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ചെടികളെല്ലാം ഒന്ന് വാഷ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് കുറേ ചെടികൾക്ക് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ചെറിയ പ്ലാന്റ്സ് ആക്കി വെച്ചിട്ടുണ്ട്.
ഇത് നമ്മുടെ 10 മണി പൂവില്ലേ, അതാണ്. ഈ ഒരു ജനലിൻ്റെ ഭാഗത്ത് ഞാൻ നല്ല സൺലൈറ്റ് ആവശ്യമുള്ള ചെടികളാണ് കൂടുതലും വെച്ചേക്കുന്നത് കേട്ടോ. സൺലൈറ്റ് ആവശ്യമില്ലാത്ത പ്ലാന്റ്സൊക്കെ ഞാൻ അകത്ത് വേറെ വെച്ചേക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്പോട്ട് ഇപ്പോൾ ഇതാണ്. പക്ഷേ എൻ്റെ മോളാണ് ഏറ്റവും കൂടുതൽ സമയം ഇവിടെ ഇരിക്കുന്നത്. അവളുടെ ക്ലാസ്സസ് എല്ലാം ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അത് കാരണം അവളുടെ ബുക്സ് എല്ലാം കൂടെ ഞാനൊരു ബോക്സിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എടുക്കാനായിട്ട്. ഇത് പാനമറേറ്റ്സ് നിന്ന് വാങ്ങിയൊരു വാൾ ഷെൽഫാണ്. ഇതിൽ ചെറിയ ക്യൂരിയോസ് അല്ലെങ്കിൽ ഷോ പീസസ് ഒക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ലിവിംഗ് റൂമിൻ്റെ ചെറിയ മേക്ക് ഓവർ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ടി വി ക്യാബിനറ്റും ടി വി ഇരിക്കുന്ന ഭാഗമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം വിട്ടുപോയി എന്ന് ഓർക്കുന്നത്. ഇപ്പോൾ ഞാൻ നാട്ടിലാണ്. ഇൻഷാല്ലാ നാട്ടിൽ നിന്ന് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.